കുടുംബജീവിതത്തിൽ അടിപിടി ഉണ്ടാകില്ല, സഹോദരനുമായിട്ട് പിണങ്ങി കഴിയില്ല. ഒരു ഉമ്മയുടെ ഒരു ബാപ്പയുടെ എത്രയോ മക്കൾ വർഷങ്ങളായിട്ട് പിണങ്ങി കഴിയുന്നുണ്ട്. മരണപ്പെട്ടു പോകുമ്പോ വെള്ള തുണിയൊന്നും മാറ്റിയിട്ട് പോയാൽ പറ്റൂല. നാളതിന്റെ പകരം അള്ളാഹുവിന്റെ മുമ്പിൽ കയ്യും കെട്ടിയത് കൊണ്ട് സമാധാനം പറയേണ്ടി വരും. അതുകൊണ്ട് ഇന്ന കുറച്ചുകൂടെ അങ്ങോട്ട് പോട്ടെ, അങ്ങോട്ട് കുറ്റം ചോദിക്കാം പറ്റൂല. ജയം നിന്നിൽ മാത്രം അല്ലാ, ജനനം നിൻ കുദ്റത്തല്ലേ, ജനിച്ചാൽ മരണമില്ലേ. ഒരുപാട് അമ്പിയാക്കൾ, അതിലേറെ ഔലിയാക്കൾ, അവരെല്ലാം മൗതായില്ലേ, ആഴം കബറിലല്ലേ. മരിക്കാതിരിക്കുമെങ്കിൽ ജീവിച്ചിരിക്കാമെങ്കിൽ മുത്ത് റസൂലവിടെ, ഉത്തമ നബിയവരെ. ഇല്ല ഒരാൾക്കുമില്ല അധികം ജീവിതം, ഇല്ല എല്ലാ ഒരുവൻ വിധി, എല്ലാവർക്കുമുള്ള വിധി. ാണ് ഞാൻ ചുരുക്കിക്കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ നിന്ന് ലോകത്തിന്റെ മണിമുത്തവിടം എന്ന് പറഞ്ഞു പോയത്. ആയിഷ മരണത്തിന് വല്ലാത്ത വേദനയാണ് ആയിഷ. സഹോദരങ്ങളെ, ഞാൻ ഇത് പറയുമ്പോ ഇവിടെ ഇരിക്കുന്ന നിങ്ങളൊക്കെ നിങ്ങൾ മരിച്ചതായിട്ടൊന്ന് സങ്കല്പിച്ചു നോക്ക്. നിങ്ങളുടെ കൽബ് പിടഞ്ഞു പോകും. നിങ്ങളെ മറ്റുള്ളവർ കുളിപ്പിക്കുന്ന ഒന്ന് ചിന്തിച്ചു നോക്ക്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാ. ഇവിടെ നിന്ന് ഷമീർ ദാരിമിയാണ് ഇവിടെ പറഞ്ഞു പോയതെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരാൾ കടന്നു വരുന്നു. പടച്ചറപ്പേ, വീടിന്റെ ഉള്ളിലേക്കൊന്ന് കടന്നു വന്നിട്ട് ഞാൻ ധരിച്ചിരിക്കുന്ന ഈ ഒരു ജുബ്ബ ഊരി മാറ്റുമ്പോ, അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സുകൾ ഊരി മാറ്റുമ്പോ, എന്റെ പെങ്ങളെ വീടിന്റെ അകത്തട്ടില് നിങ്ങളുടെ പ്രിയപ്പെട്ട പുന്നാര പെൺമക്കൾ വന്നിട്ട് നിങ്ങളുടെ ശരീരത്തുള്ള വസ്ത്രം ഊരി മാറ്റുമ്പോ നിങ്ങൾ പറയുന്നൊരു വാക്കുണ്ട്, എന്റെ ശരീരത്തുള്ള വസ്ത്രമൂരി മാറ്റുന്നവരെ മലക്കുൽ മൗത്തും കൂട്ടുകാരും കടന്നു വന്നിട്ട് എന്റെ ശരീരത്തുള്ള സകലമാന ഞരമ്പുകളും ഒന്ന് പിടിച്ചു വലിച്ചില്ലേ. വല്ലാത്ത വേദനയാ. എന്നെ നിങ്ങൾ കുലുക്കല്ല. എന്റെ ശരീരത്തുള്ള വസ്ത്രമൂരുന്നവരെ എന്നെ നിങ്ങൾ വേദനിപ്പിക്കല്ലേ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും വിളിച്ചു പറയും, ഇത് ഹബീബിന്റെ വാക്കാണ്. ഇവിടെ ഇരിക്കുന്ന നിങ്ങളും വിളിച്ചു പറയാനുള്ളവരാ. എത്ര നിസ്കരിക്കുന്നവരാണെങ്കിലും, എത്ര നോമ്പ് നോക്കുന്നവരാണെങ്കിലും, എത്ര സ്വതക്ക ചെയ്യുന്നവരാണെങ്കിലും, എത്ര സക്കാത്ത് കൊടുക്കുന്നവരാണെങ്കിലും വിളിച്ചു പറയും, ബാപ്പാ. എന്തിനേറെ അവസാനം നമ്മുടെ പ്രിയപ്പെട്ടവര്, നമ്മുടെ ബന്ധുമിത്രാദികള് എല്ലാവരും കൂടെ നമ്മുടെ മയ്യത്ത് ചുമന്നുകൊണ്ട് വീടിന്റെ അകത്തട്ടിലുള്ള ഏതെങ്കിലും ഒരു മറയിലേക്കൊന്ന് കൊണ്ടുപോവുകയാണ്. എന്തിനാ? നമ്മുടെ മയ്യത്ത് കുളിപ്പിക്കാനാ. ഇന്നലെ വരെ സ്വന്തമായിട്ട് കുളിച്ചിരുന്നവനാ. എന്നെ ആരും നോക്കണ്ടടാ, എന്റെ കാര്യം ആരും അവിടെ നിന്ന് തിരിഞ്ഞു നോക്കണ്ടടാ എന്ന് പറഞ്ഞവന്റെ മയ്യത്ത് പോലും എടുത്തുകൊണ്ടൊരു മറയുടെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് അവനെ കുളിപ്പിക്കുമ്പോ, നിങ്ങളുടെ മക്കള് നിങ്ങളെ കുളിപ്പിക്കുമ്പോ, നിങ്ങളുടെ കാല് വളക്കുമ്പോ, ശരീരത്തിന്റെ എല്ലുകൾ മയപ്പെടുത്തുമ്പോ, നഖത്തിന്റെ ഇടയിലുള്ള അഴുക്കെടുക്കുമ്പോ, അപ്പോഴെല്ലാം നിങ്ങളുടെ ആത്മാവ് പറയുന്നൊരു വാക്കുണ്ട്, എന്നെ കുലുക്കല്ലേ. അല്ലാഹുവേ, മരണപ്പെട്ട മനുഷ്യന്റെ ശരീരത്ത് ഒരു പൊടി വീണാ പോലും അത് വേദനയാണ്. ആത്മാവ് വിളിച്ചു പറയുന്ന വല്ലാത്ത വേദനയാ. എന്നെ നിങ്ങൾ കുലുക്കല്ലേ, എന്നെ നിങ്ങൾ കുലുക്കല്ലേ. ഞാൻ ചുരുക്കി പറയുകയാണ്. അവസാനം കുളി കഴിയുമ്പോ വീടിന്റെ ഏറ്റവും വലിയ ഹാളിന്റെ ഉള്ളില് പാപ്പയുടെ മയ്യത്ത് പൊതിയാ. പാപ്പയുടെ മയ്യത്ത് പൊതിയാൻ അവിടുന്ന് പായ വിരിച്ചിട്ടുണ്ട്. 3 കഷണം വെള്ളത്തുണി വിരിച്ചിട്ടുണ്ട്. കുളി കഴിഞ്ഞിട്ട് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ അവസ്ഥയായിട്ട് ചിന്തിക്ക്. ചെറുപ്പക്കാരാ, നിന്റെ അവസ്ഥയായി ചിന്തിക്ക്. നിങ്ങളെ കൊണ്ടുവന്നിട്ട് ആ തുണിയിലങ്ങ് കിടത്തുന്നു. നിങ്ങളുടെ കാല് പൊതിയുന്നു, നിങ്ങളുടെ അരഭാഗം പൊതിയുന്നു. ഇനി പൊതിയാന് ബാക്കിയുള്ളത് നമ്മുടെ തലഭാഗമാണ്. ആ സമയത്ത് വിളിച്ചു പറയാ, ലാ
അസുദ്ദ കഫന റഅസി ഹത്താ അറാ വജ്ഹ അഹ്ലി വഔലാദി. എന്റെ കാല് പൊതിഞ്ഞവരെ, എന്റെ കൈ പൊതിഞ്ഞവരെ, ഇനി നിങ്ങൾ പൊതിയാനുള്ളത് എന്റെ തലഭാഗമാണ്. എന്റെ തലഭാഗമാണ് പൊതിയാനുള്ളത്. നിങ്ങൾ പൊതിയല്ലേ. ഇത് അവസാനത്തെ കാഴ്ചയാണ്, ഇത് അവസാനത്തെ കാഴ്ചയാ. എന്റെ മക്കളൊന്ന് കണ്ടോട്ടെ, എന്റെ ഉമ്മയൊന്ന് കണ്ടോട്ടെ, എന്റെ പ്രിയപ്പെട്ടവരൊന്ന് കണ്ടോട്ടെ. ആര് കേൾക്കാനാ നമ്മുടെ വിളി? അവസാനം അവിടെ നിന്ന് മയ്യത്ത് പൊതിഞ്ഞു. നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലേക്ക് ഒരു വാഹനം വന്നില്ലേ ചെറുപ്പക്കാരാ? നമ്മൾ വാടക കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ, നമ്മൾ വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ, നമ്മൾ ഒരുങ്ങേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളെ ഒരുക്കിയില്ലേ, നമ്മളെ കൊണ്ടുപോകാ. വീടിന്റെ മുമ്പില് വാഹനം തയ്യാറല്ലേ? അതിനഴുക്കുണ്ടോ പൊടിയുണ്ടോ എന്ന് നമ്മൾ നോക്കാറില്ലല്ലോ. അങ്ങനെ വെള്ളത്തുണിയിലെ മയ്യത്ത് പൊതിയുന്ന രംഗമൊന്ന് ചിന്തിച്ചു നോക്ക. അങ്ങനെ കൊണ്ടിറങ്ങുമ്പോ എല്ലാവരോടും സലാം പറയുകയാണ്. എവിടെ പോയാലും തിരിച്ചു വരുമെന്ന് പറയുന്നവരാ. ഞാൻ എന്റെ വീട്ടിൽ നിന്നിറങ്ങുമ്പോ ആഴ്ചയിൽ ഇപ്പൊ കുറച്ച് ദിവസങ്ങളായി ഏതെങ്കിലും ഒരു ദിവസമാണ് ഞാൻ എന്റെ വീട്ടിൽ പോകുന്നത്. എനിക്ക് 12 വയസ്സുള്ളൊരു പൊന്നുമോനുണ്ട്, 6 വയസ്സുള്ള സഹറബത്തൂൽ എന്ന് പറയുന്ന പൊന്നുമോളുണ്ട്. പൊന്നാര പൊന്നുമക്കള് വാപ്പയെന്ന് വരുമെന്ന് ചോദിക്കുമ്പോ ഇൻഷാ അല്ലാഹ് ഇന്ന ദിവസം ഒരുപക്ഷേ വരുമെന്ന് പറയാ, ഇത്രാം തീയതി ഇൻഷാ അല്ലാഹ് എത്തുമെന്ന് പറയാ. എന്നാൽ ഇന്നവിടെ എന്ന് വരുമെന്ന് പോലും പറയാൻ പറ്റാതെ ആ മയ്യത്ത് പറയാ, ഞാൻ പോവുകയാ, ഇനി തിരിച്ചു വരൂല, ഇനി തിരിച്ചു വരൂല. ഈ ഒരു യാത്ര പറയുകയാണ്. സന്തോഷം എന്ന് പറയുന്ന വാഹനത്തിലേക്ക് എടുത്തു വെക്കുകയാ. ആ വാഹനത്തിൽ എടുത്തു വെച്ച് ആളുകളൊക്കെ നിങ്ങളെ ചുമക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് കലിമ ചൊല്ലിയിട്ട് എടുക്കുമ്പോ ആത്മാവ് പറയുന്നു, ഒന്ന് നിൽക്കാമോ? എന്റെ വീട്ടിന്റെ ഉള്ളില് ആരോ കരയുന്നുണ്ട്. അതെന്റെ ബാപ്പയാണോ? അതെന്റെ ഉമ്മയാണോ? അതെന്റെ സഹോദരങ്ങളാണോ? അതെന്റെ കൂടപ്പിറപ്പുകളാണോ? എന്റെ വീട്ടിന്റെ ഉള്ളിൽ ആരോ കരയുകയാണ്. അവരുടെ കരച്ചിൽ ഞാനൊന്ന് കേൾക്കട്ടെ. എന്റെ ഉമ്മ നമ്മൾ കണ്ടിട്ടില്ലേ? ഇവിടെ ഇരിക്കുന്ന എത്രയോ ഉമ്മമാര് ബാപ്പയുടെ മയ്യത്ത് കൊണ്ടിറങ്ങിത്തിരിക്കുമ്പോ വീടിന്റെ ജനാലയുടെ കമ്പിയിൽ പിടിച്ചിട്ട് ഉപ്പാ, എന്റെ ഉപ്പ പോയല്ലോ, എന്റെ ഉപ്പ പോവുകയാണോ എന്ന് പറഞ്ഞ് കരഞ്ഞു പോയ ഉമ്മമാര് മജ്‌ലിസിലില്ലേ? എന്നാൽ അവിടെ നിന്ന് വാപ്പ പറയാണ്, എന്നെ കൊണ്ടുപോവാണ് മക്കളെ, ഇനി വാപ്പ വരൂരെന്ന് പറഞ്ഞ് സലാം പറഞ്ഞ് പിരിയുകയാ. ചെറുപ്പക്കാരാ, ആ സമയത്ത് വീണ്ടും പറഞ്ഞു പോവുകയാണ്, ഞാനിവിടെ നിന്ന് പോവുകയാണ്, ഞാനിവിടെ നിന്ന് പോവുകയാണ്. വതറക്തു ഔലാദീ, എന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ വന്നവരെ, എന്നെ കൊണ്ടുപോകാൻ വന്നവരെ, എന്നെ ചുമക്കുന്നവരെ, എന്റെ വീടിന്റെ കത്തട്ടില് എന്റെ പൊന്നുമക്കൾ ഇന്ന് മുതൽ അവർ അനാഥ മക്കളാണ്. ഇന്ന് മുതൽ ബാപ്പയില്ലാത്ത മക്കളാണ്. എന്റെ പ്രിയപ്പെട്ടവള് വിധവയാ, എന്റെ പ്രിയപ്പെട്ടവള് വിധവയാണ്. അവളൊന്ന് പുറത്തിറങ്ങിയാ, അവളൊരു കടയിൽ പോയാ, അവള് മോശമായ പെണ്ണാന്ന് പറഞ്ഞിട്ട് എന്റെ പ്രിയപ്പെട്ടവളെ നിങ്ങൾ കളിയാക്കല്ലേ, അവളെ നിങ്ങൾ കുറ്റപ്പെടുത്തല്ലേ, അവളെ നിങ്ങൾ ആക്ഷേപിക്കല്ലേ. അവള് പാവമാ, എന്റെ മക്കൾ അനാഥ മക്കളാട് എന്ന് പറഞ്ഞ് വേദനയോടുകൂടിയിട്ട് കടന്നു പോവുകയാ. ഇനിയാണ് ചെറുപ്പക്കാരാ ശ്രദ്ധിക്കാനുള്ളത്. എത്ര കൂട്ടുകാരന്റെ ജനാസ കുളിപ്പിച്ചിട്ട് തോളിൽ ചുമന്നിട്ട് പള്ളിയിലേക്ക് നടന്നു പോയ എന്റെ കരളിന്റെ കഷണങ്ങളായ ചെറുപ്പക്കാരാ, ഈ ചുമന്നു കൊണ്ടുപോകുന്ന നിന്നോട് നിന്റെ കൂട്ടുകാരൻ
കൂട്ടുകാരന്റെ ആത്മാവ് തരുന്ന ഒരു ഉപദേശമുണ്ട്. എന്റെ മയ്യത്ത് ചുമക്കുന്നവരെ, എന്നെ കൊണ്ടുപോകുന്നവരെ, എന്നെ ദുനിയാവ് എന്നെ ചതിച്ചടാ. എനിക്ക് നിസ്കരിക്കാൻ പറ്റിയില്ല, എനിക്ക് നോമ്പ് നോക്കാൻ പറ്റിയില്ല, എനിക്ക് സ്വതക്ക ചെയ്യാൻ പറ്റിയില്ല. മോനെ, നിന്നെ ദുനിയാവ് ചതിക്കാതിരിക്കട്ടെ, നിന്റെ ദുനിയാവ് വഞ്ചിക്കാതിരിക്കട്ടെ. മോനെ, എനിക്കിനി ഒന്നിനും പറ്റൂല. നിനക്കും ജീവനുണ്ടല്ലോ, അടുത്തോ മോനെ റബ്ബിലേക്ക്. നിസ്കരിച്ചോ മോനെ പടച്ചവന് വേണ്ടിയിട്ട്, സ്വതക്ക ചെയ്തോ മോനെ റബ്ബിന് വേണ്ടിയിട്ട്. എനിക്കിനി എത്ര സമ്പത്തുണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമാണ്? ഇനി എനിക്ക് കൊടുക്കാൻ പറ്റോ? എല്ലാം പറഞ്ഞിട്ട് നമ്മള് നമ്മുടെ കൂട്ടുകാരന്റെ അല്ലെങ്കിൽ ഉമ്മയുടെ മയ്യത്ത് കൊണ്ടുവന്ന് ആ പള്ളിയുടെ ഉള്ളിൽ വെച്ച് നിസ്കരിച്ച് പുറത്തിറങ്ങുമ്പോ ആത്മാവ് ചോദിക്കുന്നു, എവിടെ പോവാ? നിങ്ങൾ പോകല്ലേ. ഇന്നു മുതല് എനിക്ക് കിടക്കാനുള്ള ഒരു വീടുണ്ട്, ആ വീടൊന്ന് കാണാതെ പോകല്ലേ. സഹോദരാ, ഇന്നലെ വരെ എനിക്ക് തിരക്കുണ്ടായിരുന്നു, ഇന്നലെ വരെ എനിക്ക് കച്ചവടമുണ്ടായിരുന്നു, ഇന്നലെ വരെ എനിക്ക് വലിയ വലിയ തോട്ടങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നെനിക്കതൊന്നുമില്ല. ഇന്നെനിക്ക് എന്റെ കച്ചവടം വേണ്ട, എന്റെ ഒരു നന്മകളും എനിക്ക് വേണ്ട. അതുകൊണ്ട് അവസാനം നിങ്ങൾ എനിക്ക് കിടക്കാനുള്ള വീട് കൂടെ ഒന്ന് കാണാതെ പോകല്ലേ. ആ വീട് കൂടെ കാണ്. എല്ലാരും ചേർന്ന് കൊണ്ടുപോകും, എല്ലാരും ചേർത്ത് കൊണ്ടുപോകും. പള്ളിപ്പറമ്പിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്. ആ പള്ളിപ്പറമ്പിൽ കൊണ്ടുവെക്കുന്ന രംഗമോർത്തിട്ടുണ്ടോ? നാളെ കിടക്കുന്ന വീട്, അല്ലാ കബറന്ന മണ്ണറക്കൂട്, കാണേണ്ടയോ പള്ളിക്കാട്, കള്ളിമുള്ളാൽ നിറഞ്ഞൊരു കൂട്. നാളെ കിടക്കുന്ന വീട്, അല്ലാ കബറന്ന മണ്ണറക്കൂട്, കാണേണ്ടയോ പള്ളിക്കാട്, കള്ളിമുള്ളാൽ നിറഞ്ഞുള്ള വീട്. നാട്ടുകാർ നമ്മെ ചുമന്നുള്ള യാത്ര, അവസാനമായി നമ്മൾ പോകേണ്ട യാത്ര. നാട്ടുകാർ നമ്മെ ചുമന്നുള്ള യാത്ര, അവസാനമായി നമ്മൾ പോകേണ്ട യാത്ര. ആരാരും ഇല്ലാത്ത വീട്, അല്ലാ കബറന്ന മണ്ണറക്കൂട്, കാണേണ്ടയോ പള്ളിക്കാട്, കള്ളിമുള്ളാൽ നിറഞ്ഞുള്ള വീട്. സഹോദരങ്ങളെ, ചുരുക്കട്ടെ, അവസാനം ആ പള്ളിപ്പറമ്പിലേക്ക് നമ്മളെ കൊണ്ടുവെക്കുകയാണ്, മണ്ണിട്ട് മൂടുകയാ. എല്ലാവരും അവിടെ നിന്ന് പിരിയുന്ന സമയം ബാപ്പയുടെ മയ്യത്ത് കൊണ്ടുവന്നിട്ട് കബറിൽ വെച്ചിട്ട് പിരിഞ്ഞവരെ, ഉമ്മയുടെ മയ്യത്ത് കൊണ്ടുവന്നിട്ട് പച്ചമണ്ണാകുന്ന കബറിൽ വെച്ചിട്ട് പിരിഞ്ഞവരെ, അതാ നമ്മൾ പിരിയുമ്പോ ബാപ്പ വിളിക്കുന്നുണ്ട്, ഉമ്മ വിളിക്കുന്നുണ്ട്, മക്കളെ വനഹ്നു ഫീ ഗുർബത്തിനാ. ഈ കബറിന്റെ ഉള്ളിൽ ബാപ്പ തനിച്ചാട്, ഈ കബറിന്റെ ഉള്ളിൽ ബാപ്പ തനിച്ചാട്. മോളെ, കൂരിട്ടാട്. ഈ ബാപ്പയെ മറക്കല്ലേ, ബാപ്പയെ ഓർക്കാതിരിക്കുമോ? എത്ര ഉപ്പമാരെ കൊണ്ടുവച്ചു, എത്ര ഉമ്മമാരെ കൊണ്ടുവച്ചു. സഹോദരാ, ആ കബറിന്റെ അവസ്ഥ പറഞ്ഞാ തീരോ? ചിതലും പുഴുക്കളും താവളം പെരുത്തുണ്ടതിൽ, സന്തോഷമാണവകൾക്കു നീ ചൊല്ലുന്നതിൽ. ഉദരം ക്രമേണ പുഴുത്തു ചീഞ്ഞൊലിച്ചില്ലേ, അതു പൊട്ടി കബറു നിറഞ്ഞതത്ഭുതം അല്ലേ. അതു കണ്ടു കരയാനും ഒരാളവർക്കില്ലേ, കാണുന്ന മാർഗം അടഞ്ഞതത്ഭുതമല്ലേ. കബറിന്റെ ഉള്ളില് ആരായി നോർക്കുന്നത്? ഒരാളും ചിന്തിക്കൂലല്ലോ. ഉമ്മയെ കൊണ്ടുവച്ച് ബാപ്പയെ കൊണ്ടുവച്ച് പിരിഞ്ഞവരാ നമ്മള്. പിന്നെപ്പോഴാ ഒരു ഫാത്തിഹ ഓതിയത്? പിന്നെപ്പോഴാ നമ്മളൊരു യാസീൻ ഓതിയത്? എപ്പോഴാണ് ആ കബറിന്റെ അരികത്തേക്കൊന്ന് കടന്നുപോയത്? അല്ലാ, ഏതൊരു നന്മയുടെ മജ്‌ലിസിൽ മക്കൾ വരുമ്പോഴും ഉമ്മക്കൊരു പ്രതീക്ഷയുണ്ട്, ബാപ്പക്കൊരു പ്രതീക്ഷയുണ്ട്. അവരവരുടെ മക്കൾ ഓർക്കുമെന്നുള്ള പ്രതീക്ഷയാ സഹോദരാ. അതുകൊണ്ട്
അതുകൊണ്ട് ഈ പരിശുദ്ധമായ ഈ പവിത്രമായ മഹനീയമായ മജ്‌ലിസിൽ ഇരിക്കുന്ന എന്റെ സഹോദര, അവർ കബറിനെ പറ്റി ഓർത്തുകൊണ്ടുള്ള ജീവിതമാകണം നമ്മുടെ ജീവിതം. അതിന് അല്ലാഹു തൗഫീഖ് തരട്ടെ. അതാണ് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറയുന്നത്. ആ ഒരു ഓർമ്മ നിങ്ങളുടെ ഖൽബിലുണ്ടോ? നിങ്ങൾ രക്ഷപ്പെട്ടു സ്വഹാബാ, നിങ്ങൾ വിജയിച്ചു സ്വഹാബാ.